ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന മതിൽ തേപ്പാണ് നമുക്കുള്ളത്. ആ മൂലന്ന് ഈ മൂല വരെയുണ്ട്, അത്യാവശ്യം തേക്കാണ്ട്. അപ്പോൾ അങ്ങനെ അത് തേക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വലിയൊരു കൂട്ടന്നെ ഇട്ട് ഒരു രണ്ടാക്കിനെ കൂട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ആ മൂലയിൽ തന്നെ തുടങ്ങി. പിന്നെ ബാത്റൂം പഴയ ടൈൽസ് പൊട്ടിച്ച് കണ്ട് പുതിയ ടൈൽസ് വെക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ബാത്റൂം തേക്കാനുണ്ട്. നമ്മളെ ഒരു ഫ്രണ്ടാണിത് പൊട്ടിക്കേണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ തേപ്പ് തുടങ്ങി. അതേ ടൈമിൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ പൊട്ടിക്കണമുണ്ട്. ഏകദേശം പൊട്ടിച്ച് കറണ്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം തേച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ തേക്കുമ്പോൾ നമ്മൾ മണ്ണ് ഏകദേശം അടിയിൽ നിന്ന് എടുക്കും. കാരണം എന്താ വെച്ചാൽ മുറ്റത്തിൻ്റെ അടി ഇടണ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് 2 ഇഞ്ച് താഴത്തിട്ട് മാന്തിയിട്ടാണ് തേക്കേണ്ടത്. എന്നാൽ പിന്നെ ഇനി എന്തായാലും അത് തേച്ച് പോകുമ്പോൾ റെഡി ആയിക്കോളും. അങ്ങനെ നമുക്ക് ഇനി ആ സൈഡ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് ഈ സൈഡാണ് ഇനി തേക്കുക. 2ാമത്തെ ദിവസമാണെന്നത് ഇത്. അങ്ങനത്തെ സ്റ്റെപ്പൊക്കെ തേച്ച് നമ്മൾ ഗ്രൗട്ട് കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ കയറി ആ വീട്ടിൽ കയറി പോകാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ നല്ല ഗ്രൗട്ട് കൊടുത്ത് മിനുക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രഷ് ഒന്ന് വലിച്ചെടുക്കും. ചെറിയ റഫ്. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ വഹിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിനുക്കിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രഷ് ആയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് വലിച്ചു കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു റഫ് ഉണ്ടാവും. ആ റഫിന് പിന്നെ നമ്മൾ അതായത് മഴക്കാലത്ത് ബൈക്ക് പോകാനുള്ള സാധ്യത കമ്മിയായിരിക്കും. അങ്ങനെ ഏകദേശം അത് ആ സ്റ്റെപ്പെല്ലാം തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രൗട്ട് കൊടുത്ത് ബക്കൊന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മേലെ നമ്മൾ കവറിട്ട് നല്ല ഫിനിഷാക്കി മിനുക്കും. അത് ഇതിൽ കാണിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഗ്രൗട്ടാണെങ്കിലും കാവ്യാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു വലിച്ചിട്ട് അതിൻ്റെ ശേഷം പിന്നെ നമ്മളത് എന്ത് ചെയ്യും, പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് 2 സൈഡിലും പിടിച്ചിട്ട് വല്ല ടൈറ്റാക്കിയിട്ട് ഒരു വലി ഇങ്ങോട്ടും വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ചട്ടത്തിന് വേണ്ടി മിനുക്കി വേണ്ടി നല്ല ക്ലിയർ ആയിരിക്കും. കാരണം ഒരു തളമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റ വലി ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒറ്റ വലി വലിച്ചാൽ എല്ലാ പക്കും അതേപോലെ ഗ്രൗട്ട് കൊടുത്ത എല്ലാ പക്കും മേലോട്ട് അടിക്കും ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വക്ക് നോക്കണ്ട, നല്ല ഫിനിഷിംഗ് ആയിട്ട് വീട്ടിൽ കിടക്കും. അപ്പോൾ നമ്മൾ ചട്ടം കൊണ്ട് മിനിക്കല ഒരിക്കലും ആ ഫിനിഷിങ് കിട്ടില്ല. ചട്ടം കൊണ്ട് മിനിക്കല എങ്ങനെയാലും ചെറിയൊരു പാടുണ്ടാവും. ഇതൊന്നും ഉണ്ടാവില്ല. ഈ കവർ വെച്ച് അതിനാണ് കവർ വെച്ചുകൊണ്ട് മെല്ലെ അതിൻ്റെ മേലെ കൂടെ ചെറിയ ടൈറ്റിൽ വലിച്ചാതാ ഇപ്പോൾ ആ വലി കഴിഞ്ഞതാ ഇപ്പോൾ ഫിനിഷായ രൂപമാണത്. അതുമാത്രമല്ല അവിടെ ഈ സൈഡുകളൊക്കെ തേക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ സൈഡ് അന്ന് മൊത്തമായി തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ളത് ഈ 2 തകൻ്റെ പീസ് ചെയ്യാനുള്ളത്, തേക്കാനുള്ളത്. അപ്പോൾ 2ാമത്തെ ദിവസം കഴിഞ്ഞ് ഇനി 3ാമത്തെ ദിവസം നമ്മൾ അവിടെ ഒരു കിണറിൻ്റെ അവിടെ ഒരു ചെറിയൊരു പടവെന്നല്ല ഒരു ചെറിയൊരു അതിരുമാരിക്കൽ കെട്ടിയിട്ടിട്ട് അവിടെ നമുക്ക് പുല്ലിടണം എന്നാണ് വീട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു കെട്ട് ഒരു ലെസ്സാക്കിയിട്ടൊരു കെട്ട്. അതിൻ്റെ ഇടയിൽ അവിടെ സ്റ്റെപ്പ് കെട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ഇറങ്ങാനുള്ള സ്റ്റെപ്പും കെട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കെട്ടുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതും കെട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് തേച്ച് അതും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ടൈറ്റാക്കി പിടിച്ചിട്ട് അത് ഏകദേശം ഉണങ്ങി തുടങ്ങിക്കണേ. അതുകൊണ്ട് ഏകദേശം ടൈറ്റാക്കിയാണ് വലിക്കുന്നുണ്ട്. മറ്റേതെന്താ വെച്ചാൽ ചെറിയ വലി വലിച്ചാൽ ഇത് ഏകദേശം ടൈറ്റാക്കി പിടിച്ചിട്ട് വലിക്കുന്നുണ്ട്. കാരണം ചോർന്ന് വന്നപ്പോൾ ടൈം ഏകദേശമായി. അപ്പോൾ അത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം ടൈറ്റാക്കി പിടിച്ചിട്ട് വലിക്കുകയാണ്. എന്നാലും ഫിനിഷിംഗ് ആവും. അപ്പോൾ 4 സൈഡും 3 സൈഡും അത് നമ്മൾ കവറിട്ട് വലിച്ച് അപ്പോൾ ഏകദേശം ഫിനിഷിംഗ് ആയി. ആ പരിപാടി കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് മഴ കൊള്ളുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് ചെറിയ റഫ് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ വൈക്കിയിട്ട് പോകും. അതിനാണ് ബ്രഷ് ആയിട്ട് മേലെ ഒറ്റപ്പാട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറിയ റഫ് ഉണ്ടാവും. നമ്മളവിടെ കാണാൻ കഴിയില്ലെങ്കിലും അതൊരു റഫ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതാ സ്റ്റെപ്പിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ തേക്കാൻ പോകണം. അടുത്ത കൊല്ലം അന്നേരം തേക്കാണ്. അത് അടിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഒറ്റവരി ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു മോഡലാക്കുകയാണ്. എന്താ വെച്ചാൽ വീടിൻ്റെ മുറ്റം മതിലല്ല, ചെറിയ മതിലല്ല. അപ്പോൾ അതൊരു ചെറിയൊരു മോഡലാക്കി തേക്കാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുല്ല് വെക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ അത് ചെറിയൊരു മോഡലിങ് ആക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിണറിൻ്റെ പണിയോടെ കഴിഞ്ഞിരിക്കണം. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല. അത് കാണിച്ചാൽ വീഡിയോ വലിയ ലെങ്ത്താവും. അതുകൊണ്ട് കാണിക്കണില്ല. അങ്ങനെ നമ്മളിതാ ഓരോ കല്ല് വെച്ച മാതിരിക്കുള്ള ഇതാണ് ഈ പടവ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തേച്ച് ഓരോ കല്ല് വെച്ച മാതിരിക്ക് അങ്ങനെ തേച്ച് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുള്ള് അടിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കുമ്മായിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം
ഇപ്പം ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ചെയ്ത് പോവാണ്. ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഇതാ പകുതിയായിട്ടുള്ളൂ. ഇനി ആ സൈഡിൽ ആ തല വരെ എത്തണം. അപ്പോൾ അത് ഇതേപോലെ ആക്കിയിട്ട് 2 സൈഡും ചെറുതായിട്ട് തേച്ച് കൊടുക്കണം. മറ്റേതെന്ന് വെച്ചാൽ ഏകദേശം മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്യും ആ സൈഡ്. അപ്പോൾ ഈ സൈഡ് നമുക്ക് ഫിനിഷ് ആക്കിയാൽ മതി. മറ്റേ സൈഡ് കാരണം മണ്ണിട്ട് അവിടെ നമ്മളെ പുല്ല് വിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വല്ലാതെ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സൈഡ് മാത്രം നമ്മൾ ക്ലിയർ ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സാധാ കല്ല് വെച്ച മാതിരിക്കുള്ള മോഡൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം മെറ്റ മതിലല്ലേ, ഒരു ഒറ്റക്കല്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നും നോക്കണ്ട. ചെറിയൊരു മോഡൽ വീട്ടിൽ എന്തായാലും മോഡലില്ല. അപ്പോൾ നമ്മൾ ഇതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. വീട്ടുകാരന് കുഴപ്പമൊന്നുമില്ല. അവർ നമ്മൾ ചെയ്യണ മാതിരിക്ക് ചെയ്തോളി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഏതായാലും അവിടെ പുല്ല് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഭംഗി ആയിക്കോട്ടെ എന്നാണ് അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇത് ചെയ്താലും എന്താ വെച്ചാൽ നമ്മൾ പെയിൻറ്റിങ്ങിലാണ് നമ്മൾ കളർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയില്ല. ഇതിപ്പോൾ സാധാ ചെങ്കല്ല് വെച്ച മാതിരിക്കുള്ള ഇതാവും. ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനൊരു വേറെ മോഡലായിട്ട് വരും. അതാണ് അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഇപ്പോൾ അവിടെ മണ്ണിടാണ്ട് അത് ഇതിൻ്റെ ഇടയിൽ ഇടാണ്ട്. പക്ഷേ നമ്മൾ ഈ ആദ്യം നമ്മളെ തേപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അത് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഏകദേശം ഫില്ലായി തുടങ്ങി. ഇനി കൂടുതലൊന്നുമില്ല. അപ്പോൾ നമ്മൾ തേപ്പൊക്കെ കഴിഞ്ഞ് അതേസമയം നമ്മൾ ആ കിണറിൻ്റെ ഒരു പണി ചെയ്തിട്ടുണ്ട്. കിണർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അങ്ങനെ നമ്മളിതാ തേച്ച ഭാഗങ്ങളാണിത്, ഈ കാണുന്ന ഭാഗം. അങ്ങനെ 2 ബാത്റൂമിൻ്റെ ഉള്ളിൽ അതും തേച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് അതേക്കും തേച്ചിട്ടുണ്ട്. അങ്ങനെ കിണറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ ഈ കിണറിൻ്റെ വീഡിയോ കാണിക്കും. വീഡിയോ ലെങ്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് കിണറിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതായത് സിമ്പിളായി ചെയ്യുന്ന കിണറിൻ്റെ വീഡിയോ.